ബോട്ട് ഓടിച്ചിട്ട് കള്ളുടിക്കാൻ എന്ത് രസോ. അയ്യോ എൻ്റെ പൈൻ്റെ കുപ്പി ഒട്ടിപ്പോയല്ലോ പണ്ടാരം. എത്താറായോ? നടന്നു പടളകി മാപ്പ് തലൂത്തിയ പിടിച്ചേ വഴിയേറ്റിപ്പോയി. ഈ മണ്ടൻ്റെ കൂടെയാണ് പോണേ. നമുക്കിനി ആ വഴി പോണം. വാ. എന്റെ ഭഗവതി, എങ്ങനെ ഇരിക്കണ്? ഇതെൻ്റെ ബോട്ടിനൊരു സൈഡ് വലിവ്, ഇനി ഒരു സൈഡ് പഞ്ചറായോ? ഇനി ആഫ്രിക്കൻ പായിലും എല്ലാം കുടുങ്ങിയ. ഇതെന്താ ബ്രാലോ? അയ്യോ എന്റെ അമ്മോ. ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ കയറി നോട്ടാ. ആർക്കും പേടിയില്ല, ചേട്ടൻ തന്നെ നിന്ന മുമ്പിൽ. അതെ, നിങ്ങളൊക്കെ എന്റെ പുറകെ തന്നെ ഇല്ലേ? ഈ പുഴയിലെ പുള്ളി ചെളിയാലോ. അതിന് നിനക്ക് വേണ്ടി ഇന്റർലോക്ക് ഇട്ട് തരാം. നാടൻ ബ്രാലിന് ഇത്ര പവറാ. ബോട്ട് വരെ ആട്ടിക്കളഞ്ഞല്ലോ. വലിയ നീർക്കോലിയാ. അയ്യോ അയ്യോ അയ്യോ. എന്റെ ലിപ്സ്റ്റിക് പോവില്ല, വാട്ടർ പ്രൂഫാ. എന്റെ ഈ പാന്റും കൂടിയല്ല, വല്ല അട്ടയും കയറി കഴിഞ്ഞാണ്ടില്ല. ഇവിടുന്ന് വേഗം പോവാം. ഇത് പാമ്പ്. ഇത് ഓണം. അയ്യോ എന്റെ ചന്തി വിട് പാമ്പേ. ചേട്ടന്റെ വട്ടപ്പേര് വിളിക്കണു. നിന്റെ തന്തയെ പോയി വിളിക്കേ. ഇവിടെ പാമ്പൊന്നും ഉണ്ടായിരിക്കൂലല്ലോ. കാടാലോ. ഇവിടെ എന്തോ ഉണ്ട്. എന്ത്? ഇവിടെ എന്തോ ഉണ്ട്. എന്റെ നിക്കറിനുള്ളിൽ ഇപ്പൊ എന്തോ കേറി. ഒരു ജെട്ടി ഇവിടെ എന്തോ ഉണ്ട്. അയ്യോ പരലോർത്തോണം. രമണി, ഈ വായി നോക്കിനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. എള്ളോളം എന്റെ അമ്മമ്മയുടെ ഒരു പാട്ട്. പൊന്നെന്തിനാ തനി തഞ്ചാവൂർ. മടല് വെട്ടിത്തല്ലേ ഞാൻ കേട്ടോ. ഒരു ജെട്ടി ഇട്ടാ മതി. അട്ട കടിക്കാതെ നോക്കട്ടെ. പരലിനൊക്കെ വരാൻ കണ്ട സ്ഥലം. സുരേഷിനെ വിളിക്കായിരുന്നു. തമാശ മതി. സുഖു അവിടെ പോയി. എവിടെ സുഖു? അവനെവിടെ? പുഴ ആദ്യമായിട്ടാണോ കാണണേ? ഇവനെന്താ വട്ടായ? ഞണ്ടും കടിച്ചാവോ? ഇവനെന്താ നരസിംഹം കളിക്കണ? ഇപ്പൊ വരുമായിരിക്കും. അതേ പൊങ്ങി വന്നല്ല. ഇതെന്താ ജിമ്മി പോണ പാമ്പാ? എന്ത് സൈസ്? നമ്മുടെ ഒരുത്തര് പിടിച്ചോണ്ട് പോയത് കണ്ടില്ലേ? നിന്റെ ഒടുക്കത്തെ ഷോർട്ട് കട്ടുകാരനാണ്. ഇപ്പൊ ഷവർമ തിന്നണോണ്ട് നമ്മളൊക്കെ തിന്നാനെ. ആകെ കയ്യിലുള്ള ഒരു വാക്കത്തിയാ. അതുകൊണ്ടൊരു പഴം പോലും മുറിക്കാൻ പറ്റൂല. മൂർച്ചയില്ലാത്ത വാള. അതെന്തിനാ? അത് വെച്ചിട്ട് എന്തിനാ? പാമ്പിന് നാക്കോടിക്കാനാ? അതൊന്ന് കൂളായിക്ക് നീ പറയേ. എനിക്ക് അമ്മച്ചിയുടെ അടുത്ത് പോണം എത്ര പെട്ടെന്ന്. ആ നാക്കോടിക്കണ കോമഡി പറഞ്ഞിട്ടാരും ചിരിച്ചില്ലല്ലോ. കൊള്ളാട്ടാ. ഈ പെരുമ്പാർക്ക് ബസ് കിട്ടോ? KSRTC മതിയാ അതോ പ്രൈവറ്റ് വേണോ? എന്ത് തേങ്ങയാണെങ്കിലും കുഴപ്പമില്ല. ഈ പണ്ടാരപ്പാമ്പിന്റെ വായിന്ന് പോയി കിട്ടിയാ മതി. എന്നാ നീ ഊബർ വിളിക്ക്. ഞാൻ പറയണില്ല. ഇപ്പോഴാണ് ഓർത്തത് എനിക്കൊരു 50 രൂപ വരാല്ലേ. ഇവിടെ മനുഷ്യൻ ചാവാൻ കിടക്കുമ്പോഴാണ് അവന്റെ 50 രൂപ. ബാബാ സുരേഷിനെ വിളിച്ചാലോ നമുക്ക്? കാശ് ചോദിക്കുമ്പോ കൊണ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മന്തി വയ്ക്കാൻ പോയിട്ട് നിന്റെ കാശൊക്കെ ഞാനാ കൊടുത്തേ. ഈ കാടിനെ നിരക്ക് വെച്ചിട്ട് മന്തിക്കാരി ഇങ്ങനെ പറയല്ലേ പ്ലീസ്. എനിക്ക് മന്തി വയ്ക്കാൻ പോണം. നോർമലായിട്ടുള്ള മന്തി മതി. നീ വന്നെ എന്നോട് മന്തി വയ്ക്കാൻ. എന്ത് ചോദ്യം ചോദിക്കണ വരണ്ടോന്നാ? ദേ വന്ന് വേഗം വാ. ബോട്ട് വന്നിട്ടുണ്ടാവും. ഏത് കടയുടെ പോണേ? പാലാരി വട്ടത്ത്. വാ പോവാ. ഞാനെങ്ങും വന്നില്ല. ഒരു മര്യാദക്ക് വരണ്ടോന്നെങ്കിലും ചോദിക്കാനുള്ള ഒരു മാന്യത പോലും നിങ്ങൾ കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാനില്ല. ഈ കാട് കൊണ്ട് ചെടികളാണ്. ശരിയാ, ഫോറസ്റ്റാ. ഇതെന്ത് പടക്കോ? എന്തോ പൊട്ടി. ഇനി നമ്മൾ എങ്ങനെ മന്തി വയ്ക്കാൻ പോവും? പൈൻ്റെ കുപ്പി വരും പൊട്ടി. മന്തി. ബാബാ സുരേഷിന്റെ നമ്പർ കിട്ടിയാ? ഡ്രൈവറേട്ടാ. പുള്ളിയൊന്നും ഇതിനകത്തില്ല. പുള്ളി വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. വാ, കപ്പലൊന്ന് തപ്പി നോക്കാം. വാ. ഞാനെങ്ങോട്ടുമില്ല. ഇനി മന്തി കഴിക്കാൻ പറ്റത് കഞ്ഞി കുടിക്കണമെന്നാണോ പറയണേ? അതേ ഒരു മണ്ണെണ്ണ അവൾക്ക്. ഈ കാടിനെ നടക്കാൻ അവന്റെ അപ്പനുണ്ടാക്കി വെച്ചോ മണ്ണെണ്ണ. മന്തിക്കടയിൽ എത്ര വട്ടം ഇങ്ങനെ പാത്രം കഴുകിയിട്ടുണ്ടെന്ന് അറിയോ? മന്തിക്കടയാണോ? ഈ ഫോൺ വർക്ക് ചെയ്യണില്ലല്ലോ. മന്തി എന്തായാലും നടപടിയാവുന്ന തോന്നല്ല. ഈ കാട്ടിൽ വല്ല ജനകീയ ഹോട്ടലുണ്ടാവോ? നെയ്ച്ചോറെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ, നമുക്ക് നോക്കാം. ഇവിടെ ഒരു മന്തിക്കട ഇട്ടാലേ? ഞാൻ പോണ്. ഇവിടെയാ? ആനക്കൊണ്ട മന്തി ആയിരിക്കും.